ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തെരുവ് നായ്ക്കളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. സുപ്രീം കോടതി വിധി അടക്കം നിലനിൽക്കുകയാണ്. അപകടകാരികളായ നായകളെ കൊന്നൊടുക്കാമെന്ന് വരെ പറഞ്ഞിട്ട് പോലും നമ്മുടെ സർക്കാരുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരള സർക്കാർ ഇന്ന് വരെ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 100 കേസെങ്കിലും ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല, മദ്രസയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല, വീടിൻ്റെ മുറ്റത്ത് കളിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഇന്ന് മലപ്പുറത്ത് നിന്നൊരു വാർത്ത നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം മലപ്പുറം ചങ്ങരംകുളം മാലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 6 വയസ്സുള്ള കുട്ടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നായ് വന്ന് കടിക്കുന്നത്. അതൊരു ഭീകരമായ ദൃശ്യം തന്നെയാണ്, നിങ്ങളത് കാണണം. അതിനുശേഷം സഹോദരൻ 2ാമത്തെ നിലയിൽ നിന്ന് എന്തോ ചെയ്യുന്ന സമയത്താണ് ഈ നിലത്ത് നിന്ന് ഈ സംഭവം കാണുന്നത്. ഒന്നും നോക്കാതെ തൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ 1ാമത്തെ നിലയിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ 1ാമത്തെ നിലയിൽ നിന്നും ഒന്നും നോക്കാതെ എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭീതി അല്ലെങ്കിൽ പേടി തോന്നിക്കുന്നൊരു അനുഭവം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം തീർച്ചയായിട്ടും നമ്മളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ് മലപ്പുറം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചങ്ങരംകുളം മാലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അജ്മൽ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ ഒരു ധീരകൃത്യം ചെയ്തത്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. ഏതായാലും അജ്മൽ തീർച്ചയായിട്ടും അത് ചാടി ആ മകനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടു കാണും. കയ്യടി കിട്ടുകയാണ് അജ്മലിന്. അജ്മൽ എന്ന് പറയുന്നത് നേരെ സഹോദരനല്ല, പൃഥു സഹോദരിയുടെ മകനാണ്. ഏതായാലും അജ്മൽ കാണിച്ച ആ ധീരകൃത്യം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിക്കൊടുക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് അടിയന്തരമായിട്ട് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടൊരു ഇടപെടൽ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് പോലും മുറ്റത്ത് നിന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു മുട്ടായി വാങ്ങാൻ വേണ്ടി അടുത്ത കടയിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയ്ക്കും കൂടുതൽ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്യന്തികമായിട്ട് നമ്മുടെ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളുടെ മുമ്പിൽ എത്തുക തന്നെ വേണം. കാരണം നിങ്ങളെന്ന് വിചാരിക്കും ഇത് അജ്മലിന് മലപ്പുറത്തല്ലേ ഈ ഒരു സംഭവം എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ നാളെ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നായ കടിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇതുപോലെ അജ്മൽ രക്ഷിച്ച പോലെ ചിലപ്പോൾ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ നായ ഒരു 5 മിനിറ്റോളം സമയം അടി കിട്ടിയിട്ട് പോലും അവിടെ വിട്ടു പോകാൻ വേണ്ടി തയ്യാറല്ല. അതുപോലെ തന്നെ രക്ഷിക്കുന്നതിനിടയിൽ അജ്മലിന് വരെ കടിയേറ്റു എന്നാണ് പറയുന്നത്. അത്രക്കും ഭീതി പടർത്തുന്ന ഒരു രംഗം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. കാരണം ഇതിൽ അടിയന്തരമായിട്ടൊരു നടപടി ഏതായാലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരും. നമ്മുടെ കുട്ടികളുടെ ജീവനും അതുപോലെ തന്നെ മുതിർന്നവരുടെ ജീവനും അതുപോലെ തന്നെ എല്ലാവരുടെ ജീവനും നമുക്ക് വലുതാണ്. ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണന. അത് തീർച്ചയായിട്ടും നമ്മുടെ മൗലിക അവകാശവുമാണ്. തീർച്ചയായിട്ടും അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ പോരാട്ടം തുടരുക തന്നെ വേണം. ഏതായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.